ഹലോ ഓൾ, വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ്. അപ്പോൾ ഇന്നത്തെ പോസ്റ്റ് മാർക്കറ്റ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് എന്താണ് മാർക്കറ്റിൽ നടന്നതെന്നുള്ള കാര്യം നമുക്ക് ഒന്ന് ചർച്ച ചെയ്യാം. സോ നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ഇവിടെ നടത്തിയതായിട്ട് നിങ്ങൾക്ക് കാണാം അല്ലേ. മാർക്കറ്റ് ഒരു അപ്സൈഡ് മൊമെൻറ്റം തന്നു, എന്നിരുന്നാലും അതിന് മുന്നേ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് നടത്തി ശേഷം മാർക്കറ്റ് അപ്സൈഡ് പോയി എന്നുള്ള കാര്യമാണ് ഇന്നുള്ളത്. സോ മാർക്കറ്റ് ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത് ഒരു റെസിസ്റ്റൻസ് സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് അല്ലെ. 26,000 എന്നുള്ള റെസിസ്റ്റൻസ് അല്ലെങ്കിൽ സപ്ലൈ ഏരിയയിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. സോ നാളത്തെ ഓപ്പണിംഗ് വളരെ ക്രൂഷ്യലാണ്. മാർക്കറ്റ് സപ്ലൈ അടിക്കുമോ അതോ തിരിച്ച് ബ്രേക്കോ ചെയ്ത് അപ്സൈഡ് പോകുമോ എന്നുള്ള കാര്യമല്ല നാളത്തെ മാർക്കറ്റിൽ അറിയാം. ആൻഡ് മാർക്കറ്റിൽ ഇനിയുള്ള ദിവസങ്ങൾ വളരെ ട്രിക്കി ആയിരിക്കും. ഒരുപാട് മാനിപ്പുലേഷൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. കാര്യം ഓൾ ടൈം ഹൈക്ക് അരികിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. സോ മാനിപ്പുലേഷൻസ് ഒരുപാട് ഉണ്ടാവാം. അപ്പം എല്ലാവരും നിഫ്റ്റിയിൽ ഇൻഡെക്സിലൊക്കെ ട്രേഡ് ചെയ്യുന്ന ആളുകൾ പറ്റുമെങ്കിൽ ട്രേഡ് ചെയ്യാതിരിക്കുക എന്ന് ഞാൻ പറയത്തുള്ളൂ. വളരെ കെയർഫുൾ ആയിട്ട് ഇരിക്കേണ്ട ടൈം ആയിരിക്കും ഇനിയുള്ള ദിവസങ്ങളുള്ളത്. 26,000 എന്ന് പറയുന്ന റേഞ്ച് മാർക്കറ്റിലെ ഓവറോൾ ഒരു സപ്ലൈ ആണ്. കണ്ടില്ലേ, 2 തവണ മാർക്കറ്റ് നല്ല രീതിയിൽ ലോ ചെയ്ത സ്ഥലമാണ് ഈ ഒരു 26,000 എന്ന് പറയുന്നത്. സോ ആ റേഞ്ചിലേക്ക് മാർക്കറ്റ് കയറി കഴിഞ്ഞു. സോ ഇനി എന്താ നടക്കുക? ഇനി ഈ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് നടത്തി മാർക്കറ്റ് താഴെ വരുമോ അതോ 26,286 എന്നുള്ള റേഞ്ചിലേക്ക് മാർക്കറ്റ് മോസ്റ്റ്ലി എത്ര % മൂവ് ചെയ്യാനുണ്ട്? ഒരു 1% മൂവ് ചെയ്താൽ മാർക്കറ്റ് ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യും. സോ മാർക്കറ്റ് അതിനുള്ള അറ്റംപ്റ്റ് നടത്തുമോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. സോ ഇന്ന് എന്തായാലും ലിക്വിഡിറ്റി സ്വീപ്പ് നടത്തിയ ഈ സോണ് ഇന്നത്തെ ഈ ലോ മാർക്കറ്റിൻ്റെ ഒരു പ്രധാന പോയിന്റ് ആയിട്ട് ആക്ട് ചെയ്യും നാളത്തെ ട്രേഡിൻ്റെ. സോ ഈ ഒരു ഏരിയയിൽ മാർക്കറ്റ് ഹോൾഡ് ചെയ്യുവാണെങ്കിൽ വീണ്ടും അപ്സൈഡ് മൊമെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം. ആൻഡ് ബാങ്ക് നിഫ്റ്റിയിലേക്കും കൂടെ ഒന്ന് പോകാം. ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിലും സിമിലർ ഒരു പ്രൈസ് ആക്ഷൻ നമുക്കിവിടെ കാണാം. നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഏത് ഏരിയയിലാണ് സപ്പോർട്ട് എടുത്തതെന്ന് നോക്കിയാൽ ഒരു സപ്പോർട്ട് റേഞ്ച് ഒരു 58,580 നമ്മൾ മുന്നേ വരച്ചിരുന്ന രാവിലെ എക്സ്പ്ലെയിൻ ചെയ്ത ആ സോണിൻ്റെ അരികിലാണ് മാർക്കറ്റ് സപ്പോർട്ട് എടുത്തത്. സോ ആ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് തിരിച്ച് ഹോൾഡ് ചെയ്ത് പുതിയൊരു ഹൈ തരികയാണ് ഉണ്ടായത്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ അറിയാം പുതിയൊരു ഹൈ മാർക്കറ്റ് തന്നിട്ടുണ്ട്. സോ ബാങ്ക് നിഫ്റ്റി ടോട്ടലി ഒരു പോസിറ്റീവ് മൊമെൻറ്റമാണ് കാണിക്കുന്നത്. ആൻഡ് ഇന്നലത്തെ ഡേ ഹൈനെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് ക്ലോസും ചെയ്തു. സോ ബാങ്ക് നിഫ്റ്റി ഒരു പോസിറ്റീവ്നെസ് ടോട്ടലി കാണിക്കുന്നുണ്ട്. കുറച്ചുകൂടെ വ്യക്തമായ പ്രൈസ് ആക്ഷൻ കാണിക്കുന്നത് ബാങ്ക് നിഫ്റ്റിയിലാണ്. അപ്പോൾ ഇനിയുള്ളൊരു മേജർ ഡിമാൻഡ് ഏരിയാസ് ആയിട്ട് 58,620 റേഞ്ച് ആക്ട് ചെയ്യും. ആൻഡ് ഈ ഒരു സോൺ 58,000 ഈ ഒരു ഓർഡർ ബ്ലോക്ക് പോലെ ആക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഈ ഒരു സോണിലുണ്ട്. കാര്യം ലിക്വിഡിറ്റി സ്വീപ്പ് നടത്തി മാർക്കറ്റ് പോയേക്കാണ്. സോ ഈ ഒരു ഏരിയയിൽ എത്തിയാൽ മാർക്കറ്റിന് ഒരു ഡിമാൻഡായിട്ട് ആക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ ഇന്നത്തെ ടോപ്പ് ഗെയിനേഴ്സ് ഏതൊക്കെയാന്ന് നോക്കിയാൽ മാക്സ് ഹെൽത്ത് കെയർ, HCL ടെക്, ഇൻഫോസിസ്, വിപ്രോ, TCS എന്ന സ്റ്റോക്കാണ്. ആൻഡ് ടോപ്പ് ലൂസേഴ്സ് ഏതൊക്കെയാണ് പരിശോധിച്ചാൽ TMPV, ടാറ്റ മോട്ടോഴ്സ് പാസഞ്ചർ വെഹിക്കിൾ എന്ന സ്റ്റോക്കാണ്. കോൾ ഇന്ത്യ, മാരുതി സുസുക്കി, ബജാജ് ഫിനാൻസ് ആൻഡ് ഹിന്ദാൽകോ. സോ ഇൻഫിയുടെ ചാർട്ട് നമുക്കൊന്ന് പരിശോധിക്കാം. ഇൻഫി ഒരുപാട് കാലത്തിന് ശേഷം ഡൗൺ ട്രെൻഡിന് ശേഷം മാർക്കറ്റ് അപ്സൈഡ് മൊമെൻറ്റം തരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഇൻഫോസിസിൻ്റെ ചാർട്ട് നമുക്കൊന്ന് നോക്കാം. ഇൻഫോസിസ് ചാർട്ട് നോക്കുകയാണെങ്കിൽ അറിയാം. 1 ഡേ ചാർട്ട് ഒന്ന് എടുക്കട്ടെ. മാർക്കറ്റ് വീണ്ടും അപ്സൈഡ് പോകാനുള്ള ഒരു ബുള്ളിഷ് എൻഗൾഫിംഗ് ക്യാൻഡിൽ നമുക്കിവിടെ കാണാം. മാർക്കറ്റിൻ്റെ ഇൻഫിയുടെ ഒരു മേജർ സപ്ലൈ സോൺ 1550. ഈ ഒരു സോൺ മേജർ സപ്ലൈ ആയിട്ട് തന്നെ ആക്ട് ചെയ്യും. കാര്യം പലവട്ടം മാർക്കറ്റ് വളരെ അഗ്രസീവ് സെല്ലിംഗ് നടന്ന സോണാണ് 1550 to 1555. ഈ ഒരു 156 റേഞ്ച് 1560 എന്നുള്ള റേഞ്ച് സപ്ലൈ ആയിട്ട് നമുക്ക് കണക്കാക്കാം. 1560 സപ്ലൈ. ഓക്കെ, അപ്പം ഇൻഫി എൻ്റെ ഫോക്കസിൽ തന്നെ ഉണ്ടാവും. 1560 സപ്ലൈ ആണ്. ആൻഡ് നമുക്കിനി ഈ ഒരു സപ്ലൈ ബ്രേക്ക് ചെയ്ത ശേഷം അഗ്രസീവ് ബൈയിങ് ആയിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒരു പാറ്റേൺ വൈസും വളരെ സ്ട്രെങ്ത്തും ഒരു സ്ക്വീസിങ് മാർക്കറ്റ് എന്ന് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു ഏരിയ എല്ലാവരും ഫോക്കസ് ചെയ്യുക. ഈ ഒരു ട്രെൻഡ് ലൈൻ ഫോർമേഷൻ എന്തായാലും മാർക്കറ്റിൽ ഒരു ഡിമാൻഡ് ഏരിയ ആയിട്ട് ആക്ട് ചെയ്യും. 1473 എന്നുള്ളത് ഡിമാൻഡ് ഏരിയ ആയിട്ട് ആക്ട് ചെയ്യാനും പോസിബിലിറ്റി ഉണ്ട്. 1470 ഡിമാൻഡാണ്. ഓക്കെ, സോറി, ഞാൻ കറക്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം. 1440 1450 ഡിമാൻഡ്. ഓക്കെ, അപ്പോൾ എൻ്റെ ഫോക്കസിൽ എന്തായാലും ഇൻഫി ഉണ്ടാവും. IT സ്റ്റോക്കിൽ ഇൻഫി നല്ലൊരു ബെറ്റർ പൊസിഷനിലാണ്. മാക്സിമം ഡൗൺ സൈഡ് തന്നു. ആൻഡ് ഡിമാൻഡ് ഏരിയയിൽ നിന്ന് മാർക്കറ്റ് അപ്പ് സൈഡ് തരികയാണ്. സോ ഇൻഫി നമുക്ക് ഫോക്കസിലിട്ട് വയ്ക്കാം. സോ നിങ്ങൾക്ക് ഏതെങ്കിലും സ്റ്റോക്സിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. നമ്മൾ ഏതെങ്കിലും സ്റ്റോക്ക് മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടി ഒരുമിച്ച് നമുക്ക് നാളെ മറ്റന്നാളായിട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ അപ്പം ഈ ഒരു സ്റ്റോക്ക് മാത്രം മേജർലി ഞാൻ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. കാര്യം അത്രയും നല്ലൊരു പ്രൈസ് ആക്ഷൻ കണ്ടതുകൊണ്ട്. അപ്പോൾ നാളത്തെ പ്രീ മാർക്കറ്റ് സെഷനിൽ കുറച്ചും കൂടെ സ്റ്റോക്സ് ഞാൻ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കാം. ഓക്കെ, താങ്ക് യു.